നിങ്ങളെപ്പോഴെങ്കിലും പൂരി ഖീറിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ക്രിസ്പിനെസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡെസേർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് ടു 3 റെസിപ്പി, ആക്ച്വലി 4 റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കറഞ്ചി, ഖീർ പൂരി എന്നൊക്കെ പറയും. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഹൈദരാബാദി ഫേമസ് ഡിഷാണ്. അതേപോലെ പാകിസ്ഥാനീസും കുറേ ഉണ്ടാക്കാറുണ്ട്. ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീപ് വാച്ചിങ്. സോ വൺസ് അഗെയിൻ ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു കറഞ്ചി, അതായത് ഒരു ഹൈദരാബാദി ഡിഷാണ്, പാകിസ്ഥാനി ഡിഷാണ്. എല്ലാ നോർത്ത് ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, വെറൈറ്റി ഡെസേർട്ടാണ്. നമുക്കിനി റെസിപ്പി നോക്കിയാലോ? നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്, കാരണം ഒരു പാർട്ടിക്ക് പോവല്ലേ, ബാർബിക്യൂ പാർട്ടിക്ക് പോകണം എന്നാണ് ശരിക്കും ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 4 കപ്പ് മൈദ, അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ റവയും കൂടി ആഡ് ചെയ്തു. 4 to 6 ടേബിൾ സ്പൂൺ റവ അതിട്ടിട്ട് നെക്സ്റ്റ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് കുറച്ച് ഉപ്പാണ്. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു 1/2 കപ്പ് നെയ്യാണ്, പ്യോർ ഘീ. അതൊന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അതൊന്നും കൂടി സോഫ്റ്റ് ആവാനും നന്നായിട്ട് കുഴക്കാൻ വേണ്ടിയാണ്. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളം ചൂടാക്കി അതൊന്ന് നന്നായി മെൽറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പെരുന്നാക്കും അതേപോലെ ഇസ്ലാമിക് മന്ത് റജബിൽ ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. നമ്മുടെ നാട്ടിൽ നേർച്ച എന്നൊക്കെ പറയൂലേ, അതേപോലെ നിയാസ് പറഞ്ഞൊരു സംഭവത്തിനാണ് ഇത് സ്പെഷ്യലി ഉണ്ടാക്കുക. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണും, കുണ്ടേക്ക നിയാസ് എന്ന് പറയും അതിനെ. കുണ്ട മീൻസ് നമ്മുടെ മൺചട്ടിക്കാണ് പറയാം, കാരണം ഇത് മൺചട്ടിയിൽ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുക. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പൊടിയൊന്ന് നെയ്യിൽ മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നന്നായി സോഫ്റ്റായി വരുന്നവരെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. നമ്മളിവിടെ 2 കപ്പാണ് യൂസ് ചെയ്ത്, കാരണം 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ശരിക്കും ഉമ്മ ഇവിടെ 2 പാർട്സ് ആയിട്ടാണ് കുഴച്ചെടുത്ത്, കാരണം ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടി മാവ് 2 പാർട്സിലാക്കിയിട്ടാണ് കുഴച്ചെടുത്ത്. എന്നിട്ടത് മിക്സാക്കി ഒന്നും കൂടി കുഴച്ച് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഓയിലൊക്കെ പുരട്ടി നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കാം. മിനിമം ഒരു 1/2 മണിക്കൂർ വേണം. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുത്താലോ? ഒരു ഡീപ്പ് പാനിൽ നമ്മൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ആഡ് ചെയ്ത് നന്നായി ചൂടായി വരുന്നതിന് ശേഷം ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കുക. റവ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചോപ്ഡ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മളിവിടെ ബദാമും അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത്, പിസ്തയും നല്ല ടേസ്റ്റാണ് ഇതിൽ. പിന്നെയാണ് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത്. ഇത് നിങ്ങളെ ഒരു കണക്കിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. എന്തായാലും നല്ല ടേസ്റ്റ് ആക്കാരം മുന്തിരിയൊക്കെ ഇതിൽ. നമ്മൾ ക്രിസ്പി ആയിട്ട് കടിക്കുമ്പോൾ അതിൽ മുന്തിരിൻ്റെ ഒരു പുളിയും സ്വീറ്റ്നെസ്സൊക്കെ നല്ല രസമുണ്ടാവും. ഇനി നട്ട്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഡ്രൈ കോക്കനട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഞങ്ങൾ മിക്സിയിൽ അടിച്ചിട്ടെടുത്ത്, കാരണം ഇച്ചിരി ഹാർഡ് ഒരു കപ്പോളം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് നമ്മൾ ഖീറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 to 1.5 കപ്പ് കൊപ്ര ആഡ് ചെയ്തു. ഇനി അടുത്തതായി ഒരു 1/2 കപ്പ് എള്ള്, നമ്മുടെ സെസമി സീഡ്സ്, അതും ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഇട്ട ശേഷം ഇനി നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ ഫ്ലേവർ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മുടെ ഏലക്കപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ to 1 ടീസ്പൂൺ വരെ നമുക്ക് ഒരു ഫ്ലേവറിനനുസരിച്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ, മധുരം കുറയാൻ പറ്റൂലല്ലോ, ഡെസേർട്ടല്ലേ. നമ്മുടെ സിമ്പിൾ യെറ്റ് വെരി ടേസ്റ്റി ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മൾ 3 to 4 റെസിപ്പിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ഖീറിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇതിലേക്ക് ഒരു പാനിൽ നമ്മൾ 2
ലിറ്ററോളം പാലാണ് ആഡ് ചെയ്തത്. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കേണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി തികയണ്ടേ. അപ്പോൾ ഇനി ഖീറിലേക്ക് നമ്മൾ ഈ വാഷ് ചെയ്ത് വെച്ച അരിയാണ് എടുത്തിട്ടുള്ള ഒരു കപ്പോളം. അപ്പോൾ നമ്മളിതൊന്ന് നന്നായി നനച്ച് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു സെമി ഒരു മൊത്തത്തിലും പൊടിക്കാൻ പറ്റൂല, ഒരു സെമി ഗ്രൈൻഡ് ആക്കി എടുക്കുക. ഇനി പാല് ചെറുതായിട്ടൊന്ന് ബോയിലായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബാസ്മതി റൈസ് എടുത്ത് നമുക്ക് ഏത് റൈസ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വിടണം. നമ്മളൊരു മിനിമം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ. എന്നിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തത്. ഒരു 1/2 കപ്പ്. മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഞങ്ങളിവിടെ നെക്സ്റ്റ് ഒരു ടിന്നോളം കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തത് ഓപ്ഷണലാണ്. പിന്നെ ഒരു 4 to 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണത്. പിന്നെ മധുരം ഒന്ന് കുറഞ്ഞ് തോന്നിയപ്പോൾ 1/2 കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഖീർ ഇവിടെ നന്നായി റെഡ്യൂസായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ അറിയാം. ഇതൊക്കെ സ്ലോ പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് നമ്മൾ ഫാസ്റ്റാക്കിയതാണ്. പിന്നെ നെക്സ്റ്റ് ഇനി ഇതിലേക്ക് നട്ട്സ് നമുക്ക് റോസ്റ്റ് ചെയ്തിടണ്ടേ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലെടുത്ത് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് വാൾനട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ മുന്തിരി എടുത്തു. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് ഡ്രൈ കോക്കനട്ടാണ്, അതും ഗ്രേറ്റഡ്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 1/2 കപ്പ് നമ്മൾ മാറ്റി വെച്ചിരുന്നു. ഇതെല്ലാം കൂടെ നന്നായി റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇനി ഇത് നമ്മൾ ഖീറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ സീസിലാവുന്നത്? നല്ല ടേസ്റ്റാണ് ഈ ഖീർ. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഈ ഖീർപൂരി പറയണതിൻ്റെ റീസൺ ഈ കറഞ്ചി ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ്, കറഞ്ചി പൂരിയൊക്കെ. അപ്പോൾ കണ്ടില്ലേ, റൈസ് ഒന്ന് നന്നായി കുക്കാവണം. സ്റ്റാർട്ടിങ്ങിലൊന്ന് നന്നായി നമ്മൾ റെഡ്യൂസ് ചെയ്യണം. പാല് റെഡ്യൂസ് ആയതിൻ്റെ അർത്ഥം റൈസ് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഇനി അടുത്തതായി വീണ്ടും നമ്മൾ സ്റ്റാർ ഫ്ലേവർ ഏലക്കപ്പൊടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്, പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. റോസ് ഫ്ലേവറാണ്. ഇതൊന്ന് ആഡ് ചെയ്യുക. ഇത് പറഞ്ഞാൽ ഭയങ്കര എസെൻസും അല്ല, എന്നാൽ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഇതിന്ന് കിട്ടും. അപ്പോൾ അത് ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ ഖീർ റെഡിയായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മുടെ കറഞ്ചി ഉണ്ടാക്കിയെടുത്താലോ. ഫില്ലിങ്ങൊക്കെ റെഡിയായി. ഇനി മാവൊന്ന് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് കറഞ്ചി മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മടക്ക് ഉണ്ടാക്കുന്ന അതേ സംഭവമാണ് സത്യം പറഞ്ഞത്. ഇത് 4 കപ്പ് മാവാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ശരിക്കും കറഞ്ചിയും പൂരി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ബോൾസ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെരത്തിയിട്ട് ഇതിൽ ഫില്ലിങ് ഇട്ടൊന്ന് കട്ടാക്കി എടുക്കാം. മാവ് കവറാക്കി വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. ഇനി നെക്സ്റ്റ് നമുക്കിതൊന്ന് പെരത്തിയെടുക്കാം. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട്, അതായത് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തിട്ട് പെരത്തിയെടുക്കുക. തിന്നായിട്ട് ഒരു മീഡിയം തിന്ന്, വല്ലാതെ തിന്നുമല്ലെന്ന വലിയ തിക്കും അല്ലാത്ത രീതിയിൽ വേണം പെരത്താൻ. പെട്ടെന്നാവും. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും മാവിൻ്റെ. അതേപോലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ അതേപോലെ ആവും. ഇനി അടുത്തതായി ഒരു 1 to 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 to 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമുക്ക് ഇതേ പരത്തി വെച്ച മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ പൂരിൻ്റെ സൈസിൽ വേണം പരത്താൻ. അതിലൊന്ന് ആഡ് ചെയ്തിട്ട് ഇനി ഇത് മടക്കിയിട്ട് നമുക്ക് കറഞ്ചി കട്ടർ, മടക്കിൻ്റെ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ക്വാണ്ടിറ്റി മാവും ഇത്ര ഫില്ലിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് മെസ്സി സംഭവമാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ ആയിട്ടോ. ഇനി വല്ലാതെ പരത്താൻ മടിയുള്ളവർക്ക് വേണ്ടി പൂരി പ്രസ്സിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നമുക്കത് വല്ലാതെ ശരിയാവുന്നില്ല. അപ്പോൾ വീണ്ടും അതെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തേണ്ടി വരികയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സൈസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക, കുറച്ച് അതിൻ്റെ സൈസ് ചെറുതാവുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാ പരത്തലാണ് നമുക്കെന്നും എളുപ്പം. അതേപോലെ നേരത്തെ കാണിച്ച പോലെ ഫില്ലിങ് ഇട്ടിട്ട് ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ
ആ ഒരു മടക്കിൻ്റെ കട്ടർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എൻ്റെ ബാർബിക്യൂവിൻ്റെ വ്ളോഗിൽ നിങ്ങളിതെല്ലാവരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ടും അവിടെ അത് തികഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമ്മളൊരു വെറൈറ്റി പൂരി നോക്കിയാലോ. നല്ല ഫ്ലവർ റോസിൻ്റെ ഷേപ്പുള്ള. ഇനി ഇതിന് വേണ്ടി ഇതേ മാവ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തു. മാവിൻ്റെ വലിയ ബോൾസാണ് ഇവിടെ എടുക്കേണ്ടത്, വലിയ ചപ്പാത്തിൻ്റെ സൈസിൽ. കാണുന്നത് കോൺഫ്ലോറും നെയ്യിൻ്റെയും പേസ്റ്റാണ്. രണ്ടും 2 ടേബിൾ സ്പൂൺ എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊരു പേസ്റ്റിൻ്റെ രൂപത്തിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തിൻ്റെ പോലെ വലിയ വലിയ ഷീറ്റ്സാണ് പരത്തിയെടുക്കേണ്ടത്. ഒരു 3 പരത്തിയെടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് ഈ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഷീറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ മുകളിൽ വീണ്ടും 1 ടേബിൾ സ്പൂണോളം ആ ഒരു പേസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 3ാമത്തെ ഷീറ്റ് ആഡ് ചെയ്യുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ കളി. ഇത് നമ്മൾ നന്നായി റോൾ ചെയ്തെടുക്കും. ചിലർക്കൊക്കെ ഈ ട്രിക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഉമ്മ പിന്നെ ഡെസേർട്ട്സിൽ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് അതൊക്കെ പെട്ടെന്നാവും. അപ്പോൾ ഇനി ലാസ്റ്റ് ആ 3rd ലെയറിൻ്റെ മുകളിൽ വീണ്ടും ആ പേസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. നല്ല തിൻ റോള്. തിന്ന് പറഞ്ഞാൽ ഒരു വല്ലാതെ തിക്കുമല്ല എന്നാൽ പറ്റ തിന്നുമല്ല, ഒരു മീഡിയം ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുക. റോളായ ശേഷം ഈ ഒരു ഷീറ്റിൻ്റെ ഒരു മിനിമം ഒരു 10 ബോളായിട്ട് വരും. അപ്പോൾ ആ ഒരു ബോൾ കണ്ട പ്രസ് ചെയ്ത ശേഷം ഇങ്ങനെ ലെയേഴ്സായി വരും. ഇനി നമ്മളിത് പരത്തിയെടുത്ത ശേഷം നമുക്ക് വല്ലാതെ മനസ്സിലാവില്ല ഇത്രത്തോളം ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് പൊരിച്ച ശേഷമാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള രൂപം കാണാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾ ഖീർ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും സാധാ മാവ് വെച്ച് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പൂരി മക്കൾക്കൊക്കെ ഈവനിങ് സ്നാക്കായി കഴിക്കാൻ വേണ്ടി നല്ലൊരു നേക്കാണ്. അടിപൊളിയായിട്ട് തന്നെ അത് കിട്ടും. ഇനി നെക്സ്റ്റ് ഞാനിവിടെ പെട്ടെന്ന് ഫ്രൈ ചെയ്യണ പരിപാടിയിലാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇത് ആഡ് ചെയ്യാൻ. കാരണം ഞാൻ ഉമ്മ പറഞ്ഞു നന്നായി ചൂടാവണം, പക്ഷെ ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അത് ഓപ്പണായി പോയി. അപ്പം ഞാൻ ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് നന്നായി എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഒരു 3-4 ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുത്ത്. 2 സൈഡും നമ്മൾ ഈക്വലി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് കാണാനും അതേപോലെ അതിൻ്റെ ക്രിസ്പിനെസ്സിലും ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ഇത് നമ്മൾ ബോത്ത് സൈഡ്സ് 2 to 3 minutes ഈക്വലി ഫ്രൈ ചെയ്തെടുത്തു. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നമുക്ക് റിവ്യൂ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇനി ഞാൻ കുറച്ചും കൂടി പൂരി ഉണ്ട്, കുറച്ചൊന്നുമില്ല അത്യാവശ്യമുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഓയിലിൻ്റെ ലെവൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം ഒരു 50യുടെ അടുത്ത് കരഞ്ചി ഞങ്ങൾ പൊരിച്ചിട്ടും ഓയിലൊന്നും റെഡ്യൂസ് ആയിട്ടില്ല, എണ്ണ തീരെ വലിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പൂരി ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരു ക്രഞ്ചി ക്രിസ്പി പൂരിയാണ്. അപ്പോൾ ഇനി ഫ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കാണാം. നല്ല ചൂടായ എണ്ണയിൽ വേണം ഇത് ആഡ് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്ലാഷ് ചെയ്യുക. എന്നിട്ട് 2 സൈഡും ഈക്വലി 2 to 3 minutes ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ റോസ് ഷേപ്പ് പൂരി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ലെയേഴ്സ് ആയതുകൊണ്ട് ഓയിൽ അടിയിൽ പോയി ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഓയിൽ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം പൂരി എടുക്കാൻ. ക്രിസ്പി ആൻഡ് ക്രഞ്ചി ഡെസേർട്ട്. രണ്ടിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് കേട്ടിട്ട് തന്നെ അറിയുമല്ലോ. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡെസേർട്ട് നെയ്ബേഴ്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്തു. അതേപോലെ 2 ബാർബിക്യൂ പാർട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതിൽ 2 ടീംസിന് വേണ്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്.
ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ കഴിക്കണ മാതിരിയാണ് ഇത് കഴിക്കേണ്ടത്. പ്ലേറ്റിലിട്ട് കീറിലങ്ങോട്ട് മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റുമാണ്. കഴിച്ചവരൊക്കെ അഭിപ്രായം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുവറായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മളെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു. ബൈ.